നിങ്ങൾ ഏത് കുടുംബത്തിൽ, ഏത് കുലത്തിൽ, ഏത് രാഷ്ട്രത്തിൽ, ഏത് ഭാഷയിൽ, ഏത് ലിംഗവർഗത്തിൽ, ഏത് വർണ്ണ സ്വഭാവത്തിൽ പിറന്നു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതവും കർമ്മവുമാണ് നിങ്ങളുടെ മോക്ഷത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. നിങ്ങൾ നന്നായി ജീവിച്ചുവോ, നല്ല കർമ്മങ്ങൾ ചെയ്തുവോ, നിങ്ങൾ സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ പ്രവർത്തിച്ച് ജീവിച്ച് മരിച്ചുപോയവരാണോ, എങ്കിൽ നിങ്ങൾക്ക് മോക്ഷമുണ്ട്. നിങ്ങൾ മുസ്ലിം ആയാലും, നിങ്ങൾ ഹിന്ദുവായാലും, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായാലും, നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിലും യഹൂദനാണെങ്കിലും എല്ലാം ഇത് ഖുർആനിന്റെ ആശയമാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആവർത്തിച്ച് പറയുന്ന ഒരു വചനമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്തുൽ ബഖറ 62-ാമത്തെ വചനം. ഇന്നല്ലദീന ആമനു, മുസ്ലിങ്ങളായ വിശ്വാസികളായ ആളുകൾ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച് മുഹമ്മദ് നബിയുടെ ശരീഅത്തിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, മുഅ്മിനുകൾ എന്ന് പറയുന്നത്. സാങ്കേതികമായി മുസ്ലിങ്ങളും വല്ലദീന ഹാദു, യഹൂദരും. യഹൂദരെന്ന് പറഞ്ഞാൽ ആരാണ്? മൂസാ പ്രവാചകനെ അനുധാവനം ചെയ്യുന്ന, തൗറാത്ത് വായിക്കുന്ന, തൗറാത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശരീഅത്ത് അംഗീകരിച്ച് ജീവിക്കുന്ന യഹൂദരും. വന്നസാറ, ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രൈസ്തവരെന്ന് പറഞ്ഞാൽ ഈസാ നബിയെ അംഗീകരിക്കുന്ന, ഈസാ നബിയുടെ വേദമായ ഇഞ്ചീൽ അംഗീകരിക്കുന്ന, സുവിശേഷങ്ങൾ വായിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന, ആ ശരീഅത്ത് അംഗീകരിക്കുന്ന ആളുകൾക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ആ ക്രിസ്ത്യാനികളും സാബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സാബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതി ആരാധകർ, സൂര്യാരാധകർ, അതുപോലെ നക്ഷത്രാരാധകർ, മതമില്ല എന്ന് പറയുന്നവർ, പ്രവാചകന്മാരെ അംഗീകരിക്കുന്നവർ, അംഗീകരിക്കാത്തവർ. ഇമാം തബരി അടക്കമുള്ള, ഖുർത്തുബി അടക്കമുള്ള, സുയൂത്തി അടക്കമുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങളാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ലോകത്ത് ഏതേതൊക്കെ മതദർശനങ്ങളുണ്ടോ, ഏതേതൊക്കെ ഈശ്വര ദർശനങ്ങളുണ്ടോ, ഏതേതൊക്കെ വേദങ്ങളുണ്ടോ, ആ വേദങ്ങളുടെ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് സാബികൾ. അതിൽ ഭാരതീയർ പെടും, അതിൽ ചൈനക്കാര് പെടും, അതിൽ ബുദ്ധമതക്കാര് പെടും, അതിൽ മതം ഇല്ലാത്തവർ പെടും, അതിൽ ഏതെങ്കിലും ഒരു വേദത്തെ അംഗീകരിക്കുന്നവർ പെടും, അംഗീകരിക്കാത്തവർ പെടും. ഇങ്ങനെ ലോകത്തുള്ള ഏത് മനുഷ്യരാകട്ടെ, ഏത് ജാതി മത വിഭാഗമാകട്ടെ, ആരായാലും അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ, സത്കർമ്മങ്ങൾ ചെയ്യുന്നവരാണോ, അവർക്ക് മോക്ഷമുണ്ട്. ഇത് ഖുർആൻ പറയുന്നു. മുസ്ലിങ്ങളാണെങ്കിലും യഹൂദരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും സാബികളാണെങ്കിലും നല്ലത് ചെയ്ത് ജീവിച്ചാൽ മോക്ഷമുണ്ടെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. മതമല്ല പ്രശ്നം, നിങ്ങൾ ഏത് മതക്കാരനെന്നല്ല. നിങ്ങൾ മുസ്ലിങ്ങളായി എന്നുള്ളത് ഹിന്ദുവായതിനേക്കാൾ എന്തോ ശ്രേഷ്ഠമായ ഒരു സംഗതിയൊന്നുമല്ല. കാരണം നിങ്ങളൊരു മുസ്ലിം കുടുംബത്തിൽ പിറന്നതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായവരാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ പിറന്നയാൾ ഹിന്ദുവായി ജീവിക്കുന്നു. അയാൾ ഹിന്ദുവായി ജനിച്ചു എന്നത് അയാളുടെ കുറ്റമാണോ? മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് നിങ്ങളുടെ മേന്മയാണോ? നിങ്ങൾ എഴുതി അപേക്ഷിച്ചിട്ട് ഞാൻ മുസ്ലിമായി ജനിക്കണമെന്ന് എഴുതി അപേക്ഷിച്ചിട്ടൊന്നും ജനിച്ചതല്ലോ. ഒരു മുസ്ലിമായ മാതാവിനും പിതാവിനും ജനിച്ചു. നിങ്ങളുടെ പേര് മുഹമ്മദ് എന്നോ അബൂബക്കർ എന്നോ ഉസ്മാൻ എന്നോ പോക്കർ എന്നോ ഖാദർ എന്നോ ആയതുകൊണ്ട് നിങ്ങൾ മുസ്ലിമായി. ഇതുപോലെ ഒരു നാരായണൻ ജാനകി ദമ്പതിമാർക്ക് ജനിച്ച ഒരു സുരേഷൻ, ആ സുരേഷൻ ഹിന്ദുവായി ജനിച്ചു. നിങ്ങൾ ജീവിക്കുന്നത് പോലെ നന്നായി ജീവിക്കുന്നു. അയാൾ എഴുതി കൊടുത്ത് എനിക്ക് ഹിന്ദുവാകണം, മുസ്ലിം ആകരുത് എന്ന് പടച്ചവൻ എഴുതി കൊടുത്തിട്ടൊന്നും ജനിച്ചതല്ലോ. ജന്മം കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ നന്നാകുന്നത്? ജന്മം കൊണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മോശക്കാരനാകുന്നത്? അപ്പോൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സമൂഹത്തിന് നല്ല നിലയിൽ അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ മനോഭാവം എന്താണ്? നിങ്ങളുടെ മൂല്യബോധം എന്താണ്? നിങ്ങൾ ഈ സമൂഹത്തെയും ജീവിതത്തെയും എങ്ങനെ കാണുന്നു? ഇതാണ് വിഷയം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നിങ്ങളുടെ വേഷഭൂഷാദികളിലേക്ക്, നിങ്ങൾക്ക് താടിയുണ്ടോ, നിങ്ങൾ പർദ്ദ ധരിച്ചിട്ടുണ്ടോ, നിങ്ങൾ മുട്ടോട് ചേർത്ത മുറിപ്പാൻ്റെ ഇട്ടയാളാണോ, നിങ്ങൾക്ക് നിസ്കാരത്തഴമ്പിന്റെ ആഴം എത്രയാണ്, ഇതൊന്നും അള്ളാഹുവിന്റെ വിഷയമല്ല. നിങ്ങൾ കൊന്ത ധരിച്ചിട്ടുണ്ടോ, നിങ്ങൾ ചന്ദനക്കുറി ഇട്ടിട്ടുണ്ടോ, ഇതൊന്നും അള്ളാഹുവിന്റെ വിഷയമല്ല. പിന്നെയോ വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ മനോഭാവങ്ങളിലേക്കാണ്, നിങ്ങളുടെ കർമ്മങ്ങളിലേക്കാണ്. ഇത് പ്രവാചകന്റെ വചനമാണ്.
ഈ വിശുദ്ധ ആയത്തിന്, വിശുദ്ധ വചനത്തിന് പ്രവാചകന്റെ വിശദീകരണം. അപ്പോൾ നിങ്ങൾ ഏത് മതസമുദായത്തിൽ ജനിച്ചു എന്നുള്ളത് വിഷയമേ അല്ല. നിങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാം, നിങ്ങൾ ജനിച്ച ഏത് മതത്തിലും വിശ്വസിക്കാം, ആ മതത്തിൽ ജീവിക്കാം. ഇതൊന്നും നിങ്ങളുടെ രക്ഷാശിക്ഷകളെയോ നിങ്ങളുടെ മോക്ഷത്തെയോ ബാധിക്കുന്ന വിഷയമല്ലെന്നർത്ഥം. അപ്പോൾ ആളുകൾ ചോദിക്കും, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ നിസ്കരിക്കുന്നില്ല. നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, ഹിന്ദുക്കൾ നോമ്പെടുക്കുന്നില്ല. വിവരമില്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതാ. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ ആചാര രീതികളുണ്ട്. നിങ്ങൾ ഇസ്ലാമിക ശരീഅത്ത് അംഗീകരിക്കുന്നവരാണെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് പറയുന്ന ആചാര സമ്പ്രദായങ്ങൾ ചെയ്യണം. നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രൈസ്തവ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കണം. നിങ്ങൾ കുർബാന അർപ്പിക്കണം, നിങ്ങൾ കുമ്പസരിക്കണം, നിങ്ങൾക്ക് മാമോദീസ എടുക്കണം, നിങ്ങൾ പള്ളിയിൽ പോകണം. നിങ്ങൾ ഹിന്ദുവാണെങ്കിൽ ഹൈന്ദവ ധർമ്മശാസ്ത്രം അനുസരിച്ച് ജീവിക്കണം. എല്ലാ മതങ്ങളിലും ആചാര സമ്പ്രദായങ്ങളുണ്ട്. അതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ലികുല്ലിൻ ജഅൽനാ മൻസകൻ, ഓരോ സമൂഹത്തിനും നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു ആരാധനാനുഷ്ഠാനങ്ങൾ. നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു എന്നാ പടച്ചമ്പുരാൻ പറഞ്ഞത്. നാം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അത് അള്ളാഹുവിലേക്ക് ചേർത്താ പറഞ്ഞിരിക്കുന്നത്. വർഗീയവാദികളായ പുരോഹിതന്മാരും അധികാരികളും മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി അത് നല്ലത്, ഇത് ചീത്ത, ഇത് നല്ലത്, അത് ചീത്ത എന്ന് പറഞ്ഞ് മതങ്ങൾ തമ്മിൽ വേർതിരിവുണ്ടാക്കുകയായിരുന്നു, വേദങ്ങൾ തമ്മിൽ വേർതിരിവ് ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെയൊന്നില്ല. പരസ്പരം വിവാഹം ചെയ്യാമെന്ന് പറയുന്നിടത്ത് ഈ എല്ലാ ഭേദങ്ങളും ഇല്ലാതായില്ലേ? നിങ്ങൾക്ക് അഹ്ലു കിതാബിൽ നിന്ന് നിങ്ങൾക്ക് വിവാഹം ചെയ്യാമെന്ന് ഖുർആൻ പറയുന്നു. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രൈസ്തവരെ വിവാഹം ചെയ്യാം, നിങ്ങൾക്ക് യഹൂദരെ വിവാഹം ചെയ്യാം, നിങ്ങൾക്ക് ഭാരതീയ വൈദിക സമ്പ്രദായത്തിൽ ജീവിക്കുന്നവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം, നിങ്ങൾക്ക് കൺഫ്യൂഷ്യസിന്റെ അനുയായികളെ വിവാഹം ചെയ്യാം, നിങ്ങൾക്ക് ബുദ്ധാഗമങ്ങളെ അനുഗമിക്കുന്നവരെ വിവാഹം ചെയ്യാം, നിങ്ങൾക്ക് തിരുക്കുറൾ വായിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവരെ വിവാഹം ചെയ്യാം, വേദങ്ങളെ അനുധാവനം ചെയ്യുന്നവരെ വിവാഹം ചെയ്യാം എന്ന് പറയുന്നിടത്ത് എല്ലാ ഭേദങ്ങളും ഇല്ലാതായില്ലേ? എന്ന് പറയുന്നിടത്ത് എല്ലാ ഭേദങ്ങളും ഇല്ലാതായില്ലേ? എല്ലാ മാറ്റങ്ങളും, ഇവരുണ്ടാക്കിയിട്ടുള്ള എല്ലാ വിവേചനങ്ങളും അവസാനിച്ചില്ലേ? എല്ലാം ഒന്നാണെന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ചോദിക്കും താർക്കികമായി, എന്നാ പിന്നെ ഞങ്ങൾക്ക് ക്രിസ്ത്യാനി ആയിക്കൂടെ, എന്നാ ഞങ്ങൾക്ക് ഹിന്ദു ആയിക്കൂടെ? ഇത് തോൽപ്പിക്കാനുള്ള ചോദ്യമാണ്, അംഗീകരിക്കാതിരിക്കാനുള്ള ചോദ്യമാണ്. ഞാനിത് പറയുന്നത് ബൈബിള് ശരിയാണെന്ന്, ബുദ്ധാഗമങ്ങൾ ശരിയാണെന്ന്, വേദാന്തങ്ങൾ ഉപനിഷത്തുകൾ ശരിയാണെന്ന്, തിരുക്കുറൾ ശരിയാണെന്ന് ഞാൻ പറയുന്നത്, എന്നെ പറയാൻ പഠിപ്പിച്ചത്, എനിക്കതിന് ആർജവം തന്നത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? ഹിന്ദു മതം അതിന്റെ ആദിമ വിശുദ്ധിയിൽ ശരിയാണെന്ന്, ഇസ്ലാം മതം അതിന്റെ ആദിമ വിശുദ്ധിയിൽ ശരിയാണെന്ന്, ക്രൈസ്തവ മതം അതിന്റെ ആദിമ വിശുദ്ധിയിൽ ശരിയാണെന്ന്, ബുദ്ധമതം അതിന്റെ ആദിമ വിശുദ്ധിയിൽ ശരിയാണെന്ന് ഞാൻ പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്. ആ വേദം വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകണം? മൂസാ പ്രവാചകനും ഇബ്രാഹിം പ്രവാചകനും ബുദ്ധനും കൃഷ്ണനും മഹാഗുരുക്കന്മാരാണെന്ന് എന്നെ പറയാൻ പഠിപ്പിച്ചത് മുഹമ്മദ് നബി എന്ന എൻ്റെ ഗുരുവാണ്. ആ ഗുരുവിനെ വിട്ട് ഞാൻ എങ്ങോട്ട് പോകണം? ഇത് പറയാൻ കെൽപ്പില്ലാത്തവരാണ് മതം മാറ്റത്തെക്കുറിച്ച് ചോദിക്കുന്നത്. മതം മാറ്റത്തിന് വേണ്ടി വാദിക്കുന്നതും അവരാണ്. ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലേക്കാണ് മാറേണ്ടത്? മുഹമ്മദ് നബി ഒരാളെയും മതം മാറ്റിയിട്ടില്ലെന്ന് ഓർക്കണം. ഒരാളെയും മതം മാറ്റിയിട്ടില്ല. വേദമില്ലാത്തവർക്ക് വേദത്തിന്റെ വഴി കാണിച്ചു കൊടുത്തു മുഹമ്മദ് നബി. മക്കക്കാർക്ക് വേദമില്ലായിരുന്നു, അവർക്കൊരു ധർമ്മശാസ്ത്രമില്ലായിരുന്നു, ധാർമ്മിക സംഹിതയില്ലായിരുന്നു. അവർ ഉമ്മീയങ്ങളായിരുന്നു. ഉമ്മീ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിരക്ഷരരെന്നല്ല, വേദരഹിതരെന്നാണ്. വേദരഹിതരായിരുന്നു മക്കക്കാർ. അവരോട് പറഞ്ഞു, നിങ്ങൾ വരൂ, ഇതാ ഖുർആൻ എന്ന വേദം, ഈ വേദത്തിലേക്ക് വരൂ, ഈ വേദം വായിക്കൂ, ഇതനുസരിച്ച് ജീവിക്കൂ. വേദമുള്ള നാട്ടിലേക്ക് പോയി മുഹമ്മദ് നബി മദീനയിലേക്ക്. അവരോട് പറഞ്ഞത് നിങ്ങൾ ഖുർആനിലേക്ക് വരുമെന്നല്ല, മറിച്ച് ഫൽയഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹു ഫീ, വേദക്കാർ വേദമനുസരിച്ച് ജീവിക്കണം. വകൈഫ യുഹക്കിമൂനക വഇൻദഹുമുത് തൗറാത്ത്,
നിങ്ങളുടെ കയ്യിൽ തൗറാത്തും വെച്ചിട്ട് എന്തിനാണ് ഈ ഖുർആനിലേക്ക് വരുന്നത്? നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് വിധിച്ചോളൂ. ലസ്തും അലാ ശൈഇൻ ഹത്താ തുഖീമുസ് തൗറാത്ത വൽ ഇൻജീൽ. ഇൻജീലും തൗറാത്തും നടപ്പിലാക്കുന്നത് വരെ നിങ്ങൾ ഒന്നിനും കൊള്ളൂല എന്നാണ് ക്രൈസ്തവരോടും യഹൂദരോടും മുഹമ്മദ് നബി പറഞ്ഞത്. നിങ്ങൾ ഇൻജീൽ അനുസരിച്ച് ജീവിക്കണം, നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു. ഓരോരുത്തരെയും അവരവരുടെ ധർമ്മശാസനകൾ അനുസരിച്ച് ജീവിക്കാനാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറ്റുക പ്രവാചകന്റെ ലക്ഷ്യമായിരുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരിൽ എത്ര ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു? മുല്ലമാര് മറുപടി പറയണം. മതം മാറ്റാൻ വേണ്ടി നാടായ നാടൊക്കെയും സംവാദ മാമാങ്കങ്ങൾ വെച്ചിട്ട് ഓടി നടക്കുന്ന പുരോഹിതന്മാര് പറയണം, മതം മാറ്റ മാഫിയകൾ പറയണം, മത കച്ചവടക്കാര് പറയണം, മുഹമ്മദ് നബിയുടെ അനുയായികളിൽ എത്ര ക്രൈസ്തവരുണ്ടായിരുന്നു, എത്ര യഹൂദരുണ്ടായിരുന്നു? ഞാൻ പറയും 10-ൽ താഴെ വിരലിലെണ്ണാവുന്നവർ. അവർ തന്നെ മുഹമ്മദ് നബിയുടെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രവാചകനോട് അപേക്ഷിച്ചപ്പോൾ ആ അപേക്ഷ നിരസിക്കാതെ സ്നേഹപൂർവ്വം സ്വീകരിച്ചവരാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അവരെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാലം പണിതു കൊടുത്തു മുഹമ്മദ് നബി. മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരിൽ നിങ്ങൾ പറയുന്ന അബൂബക്കർ മുതൽ ഇങ്ങോട്ടുള്ള അലി മുതൽ ഇങ്ങോട്ടുള്ള സഹാബികളുടെ പേരുകൾ മുഴുവൻ പറയൂ. എത്ര ക്രിസ്ത്യാനികളുണ്ടെന്ന് പറയണം, എത്ര യഹൂദരുണ്ടെന്ന് പറയണം. അവരോട് പറഞ്ഞത് നിങ്ങൾ യഹൂദരായിട്ട് ജീവിക്കണം, നിങ്ങൾ ക്രൈസ്തവരായിട്ട് ജീവിക്കണം എന്നാണ്. എന്നിട്ട് മതം മാറ്റാൻ വേണ്ടി പൊന്നാനി ഉണ്ടാക്കി, മതം മാറ്റാൻ വേണ്ടി തർബിയത്തുണ്ടാക്കി, മതം മാറ്റ മാഫിയകൾ ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലും ലോകത്ത് മുഴുവനും നടക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മതം മാറ്റമാണ്. മനുഷ്യരെ അവരുടെ ദൗർബല്യങ്ങൾ, അവരുടെ പ്രയാസങ്ങളെ ചൂഷണം ചെയ്ത് അരിയും പഞ്ചസാരയും വീടും കൊടുത്ത് പണം കൊടുത്ത് മതം മാറ്റാൻ വേണ്ടി നടത്തുന്നത് ഏത് ധർമ്മശാസ്ത്രം അനുസരിച്ചാണ്? അതുകൊണ്ട് അകമ്പൊരുൾ മതം മാറ്റത്തിനെതിരാണ്. ഏതെങ്കിലും ഒരു വ്യക്തി സ്വമേധയാ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് മാറുന്നത് അയാളുടെ മൗലികമായ അവകാശം എന്ന നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ മതം മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാരാണെങ്കിലും തീർച്ചയായും അത് വേദങ്ങൾക്ക് വിരുദ്ധമാണ്, പ്രവാചക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണെന്നറിയണം. ഓരോ മതക്കാരനും ഓരോ വേദക്കാരനും അവനവന്റെ വേദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. ആ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് മോക്ഷമുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു മലപ്പുറം ജില്ലയോ അല്ലെങ്കിൽ പരപ്പനങ്ങാടി പഞ്ചായത്തോ ഒന്നുമല്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളോളം വിശാലമായ ഒരു മഹാ ആനന്ദത്തിന്റെ സച്ചിദാനന്ദത്തിന്റെ ലോകത്തിനാണ് സ്വർഗം എന്ന് പറയുന്നത്. അതിൽ ഹിന്ദുവുണ്ട്, അതിൽ മുസ്ലിമുണ്ട്, അതിൽ ക്രൈസ്തവനുണ്ട്, അതിൽ കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ ഉണ്ടാകണം, അപ്പോഴേ സ്വർഗാവുള്ളൂ. അല്ലാതെ കുറച്ച് ഏതെങ്കിലും ഒരു സംഘടനാ ഗ്രൂപ്പിൽപ്പെട്ട ഏതാനും ആളുകൾ മാത്രം കിടക്കുന്ന സ്ഥലത്തിന്റെ പേരല്ല സ്വർഗം, അത് നരകമാണ്. സംഘടനാ ഗ്രൂപ്പിൽപ്പെട്ട ഏതാനും ആളുകൾ മാത്രം കിടക്കുന്ന സ്ഥലത്തിന്റെ പേരല്ല സ്വർഗം, അത് നരകമാണ്. സ്വർഗം എന്നാൽ മനുഷ്യർക്കുള്ളതാണ്, സകല മനുഷ്യർക്കും നല്ലവരായി ജീവിച്ച നന്നായി ജീവിച്ച മനുഷ്യർക്കുള്ളതാണ് സ്വർഗം. അതിൽ ജാതിയും മതവും പേരും കുലവും നോക്കിയിട്ടല്ല പടച്ചോൻ കടത്തുന്നത്. ഇത് ഓർത്തു വെക്കണം. മനുഷ്യരെ മനുഷ്യരായി കാണാനാണ് ഖുർആൻ പഠിപ്പിച്ചത്. മനുഷ്യരെ മനുഷ്യരെന്ന നിലയിൽ സ്വീകരിക്കാനാണ് ഖുർആൻ പഠിപ്പിച്ചത്. പുരോഹിതന്മാരാണ് വർഗീയത ഉണ്ടാക്കുന്നത്, ശുദ്ധിവാദം. ഞങ്ങൾ നിങ്ങളെക്കാൾ മേന്മ ഉള്ളവരാണ്, ഞങ്ങൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരാണ്, നിങ്ങൾ കൊള്ളാത്തവരാണ്. ഇത് ഖുർആൻ തിരിയാത്തവരുടെ വാദമാണ്, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാത്തവരുടെ വാദമാണ്. ഇപ്പൊ നമ്മുടെ സംഘടനക്കാരൊക്കെ വലിയ മാനവീയം പ്രഖ്യാപിച്ചു വരികയാണ് മനുഷ്യരെ കാണാൻ. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ മതം മാറ്റം അവസാനിപ്പിക്കുമോ? കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മതസംഘടനകൾക്കും മതം മാറ്റ വിങ്ങുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്, കിം കേരള ഇസ്ലാമിക് മിഷൻ, നിച്ച് ഓഫ് ട്രൂത്ത്, സത്യസരണി, ഓരോ സംഘടനക്കുണ്ട് മതം മാറ്റ വിങ്. ഇവരെന്താ പ്രവർത്തിക്കുന്നത്? മതം മാറ്റാൻ വേണ്ടി ആളുകളെ, ഫീൽഡ് വർക്കേഴ്സിനെ നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ മതം മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘങ്ങൾ മനുഷ്യരെ മനുഷ്യരായി കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നു അത്രേ. ഇത് എത്ര വലിയ തമാശയാണ്, എത്ര വലിയ കാപട്യമാണ്. നീ ശരിയല്ല എന്ന് ഉള്ളിൽ വിശ്വസിക്കുകയും എന്നിട്ട് നിന്റെ കൂടെ അഭിനയിക്കുകയും ചെയ്യുന്ന കാപട്യമാണ് യഥാർത്ഥത്തിൽ സംഘടനക്കാർ കൈക്കൊള്ളുന്നത്. അവർ ചെയ്യേണ്ടത് ആദ്യം
മനുഷ്യരെ ഉൾക്കൊള്ളാൻ പഠിക്കണം മുഹമ്മദ് നബിയെ പോലെ. ക്രൈസ്തവർ ക്രിസ്ത്യൻ വേദമനുസരിച്ച് ജീവിക്കണം, അത് വിശുദ്ധമാണ്, അത് സത്യമാണ്. ഹൈന്ദവർ ഭാരതീയ വേദമനുസരിച്ച് ജീവിക്കണം, അത് വിശുദ്ധമാണ്, അത് സത്യമാണ്. യഹൂദർ അവരുടെ വേദമനുസരിച്ച് ജീവിക്കണം, അത് വിശുദ്ധമാണ്, അത് സത്യമാണ്. മതം മാറേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാനവീയവുമായി മുന്നോട്ട് വരേണ്ടത്. എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. മതം മാറ്റമെന്ന അജണ്ട ഉള്ളിലൊളിപ്പിക്കുകയും എന്നിട്ട് മുഖം മൂടി ധരിച്ച് പുറത്ത് പലതും പറയുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കാപ്പട്യത്തിൽ കുറഞ്ഞ ഒന്നുമല്ല. ഇത്ര പേരെ മതം മാറ്റി സംഘടനകളുടെ പ്രവർത്തകരുടെ യോഗങ്ങൾ നടക്കുമ്പോൾ ആ യോഗങ്ങളുടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നത് ഇത്ര അമുസ്ലിങ്ങളുമായി ബന്ധം, ഇത്ര അമുസ്ലിങ്ങൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തു, ഇത്ര അമുസ്ലിങ്ങളെ മതം മാറ്റി ഇല്ലേ? മിനിറ്റ്സുകൾ പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകും. എന്നിട്ട് മാനവികതയെക്കുറിച്ച് പറയുന്നു, മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നു. അർഹതയില്ലാത്തവർ, പറയാൻ യോഗ്യതയില്ലാത്തവർ, മതം മാറ്റമെന്ന അജണ്ടയാണ് അവരെ നയിക്കുന്നത്. ഞാൻ പറയുന്നത്, അകമ്പൊരുൾ പറയുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനവികതയെക്കുറിച്ചാണ്, സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ദർശനത്തെക്കുറിച്ചാണ്. മതം മാറേണ്ടതില്ല, മതം മാറരുത്. ഏത് വേദത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത് ആ വേദം പഠിക്കണം. ഭാരതീയർ വേദം പഠിക്കണം, വേദാന്തങ്ങൾ പഠിക്കണം, ഗീത പഠിക്കണം. ക്രൈസ്തവർ സുവിശേഷങ്ങൾ പഠിക്കണം, ബൗദ്ധർ ബുദ്ധാഗമങ്ങൾ പഠിക്കണം. എന്നിട്ട് അതിൻ്റെ സത്ത മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതാണ് പ്രബോധനം. അതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ മതം മാറ്റലല്ല, പിന്നെയോ ധർമ്മ പ്രബോധനമാണ്. ഓരോ മനുഷ്യനെയും അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൻ്റെ പേരാണ് ദഅവത്ത്. ഇത് മനസ്സിലാകുമ്പോഴേ ഖുർആൻ മനസ്സിലാകുള്ളൂ. സാമുദായികവാദവും ശുദ്ധിവാദവും വിശുദ്ധ ഖുർആനിനെതിരാണ്. അതിനാൽ ഇന്നല്ലദീന ഹാദു വല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾ ഖുർആൻ എടുക്കണം, എന്നിട്ട് സൂറത്തുൽ ബഖറ തുറക്കണം, അതിൻ്റെ 62-ാമത്തെ വചനം നോക്കണം. എല്ലാ പരിഭാഷകളും, ആ പരിഭാഷകളിലൊക്കെ എഴുതിയിരിക്കുന്നത് ഇതാണ്. വിശുദ്ധ ഖുർആൻ ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയിരിക്കുന്നു. ക്രിസ്ത്യാനിയാണെങ്കിലും ജൂതനാണെങ്കിലും സാബിയാണെങ്കിലും മുസ്ലിമാണെങ്കിലും ജീവിതം നന്നായാൽ മോക്ഷമുണ്ട്. ഇത് ഖുർആനിൻ്റെ അടിസ്ഥാന ആയത്തുകളിലൊന്നാണ്. ഇത് മനസ്സിലാക്കി മനുഷ്യരെ മനുഷ്യരായി കാണാൻ, മതങ്ങളെ ആദരവോടെ ഉൾക്കൊള്ളാൻ, വേദങ്ങളെ ആദരവോടെ ഉൾക്കൊള്ളാൻ കഴിയണം. ഇത് പറയുമ്പോൾ ചോദിക്കും, ഇപ്പം എല്ലാ വേദങ്ങളും ഇപ്പം നിലവിലുണ്ടോ? അതൊക്കെ കാലഹരണപ്പെട്ടു പോയിട്ടില്ലേ? അതിലൊക്കെ തിരുത്തലുകൾ വരുത്തിയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അതേ സംബന്ധിച്ച് നമുക്ക് അടുത്ത ആഴ്ച പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.